Hi, welcome to Lash Class. BA English 4th semester Journey through the World of Poetryയിലെ മേഘദൂത എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ക്ലാസിക്കൽ പോയറ്റ് കാളിദാസൻ എഴുതിയിട്ടുള്ള ഒരു വിരഹ കവിതയാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. The poem begins by establishing the setting and the context. ഈ പോയത്തിന്റെ സെറ്റിങ്ങും അതുപോലെ തന്നെ ഇതിൽ പറയുന്ന സ്റ്റോറിയുടെ ഒരു കണ്ടെക്സ്റ്റും പറഞ്ഞുകൊണ്ടാണ് ഈ പോയം ആരംഭിക്കുന്നത്. യക്ഷ, the demigod, has been banished by Kubera for neglecting his duties. ഇതിൽ പ്രധാന കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നത് യക്ഷ എന്നൊരു ഡെമിഗോഡിനെയാണ്. ഡെമിഗോഡ് എന്ന് പറയുന്നത് നമ്മൾ ഗന്ധർവൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഏഞ്ചൽ പോലൊരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ യക്ഷ അളകാപുരിയിൽ ഹിന്ദു മിത്തോളജിയിൽ സമ്പത്തിന്റെ ദൈവമായിട്ട് കണക്കാക്കുന്ന കുബേരയുടെ ഒരു സേവകനായിട്ട് നിൽക്കുകയായിരുന്നു. യക്ഷയുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടികളിൽ കടമകളിൽ വീഴ്ച വരുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കുബേരയ്ക്ക് പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ജോലിയാണ് യക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ വിവാഹം കഴിഞ്ഞ സമയത്ത് ഈ വൈഫുമായിട്ട് ഇങ്ങനെ സല്ലപിച്ചിരിക്കുന്നത് കാരണം കൊണ്ട് പൂ കൊണ്ടുകൊടുക്കാൻ വേണ്ടി നേരം വൈകി വാടിയ പൂ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് കുബേര യക്ഷയെ നാട് കടത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹിസ് പവേഴ്സ് ആർ ടേക്കൺ അവേ ആൻഡ് ഹി ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഹിസ് വൈഫ് ആസ് ഹി സെർവ്സ് എ ഇയർ ലോങ് ബാനിഷ്മെന്റ് ഇൻ ദ രാംഗിരി ഫോറസ്റ്റ്. അങ്ങനെ ഒരു വർഷത്തേക്കാണ് യക്ഷയെ നാട് കടത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഇയാളുടെ പവേഴ്സ് അല്ലെങ്കിൽ സിദ്ധികളെല്ലാം ഇയാളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് ഇയാൾ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ തൻ്റെ ഭാര്യയിൽ നിന്ന് വേർപെട്ടുകൊണ്ട് രാംഗിരി എന്ന് പറയുന്ന ഒരു വനത്തിലാണ് ഇങ്ങനെ ഇയാൾ ഒരു വർഷം താമസിക്കേണ്ടത്. ഇറ്റ് ഈസ് ദ സെയിം ഫോറസ്റ്റ് വേർ സീത സെർവ്ഡ് ഹെർ ബാനിഷ്മെന്റ്, മേക്കിംഗ് ദ സെറ്റിംഗ് ബോത്ത് ഡിവൈൻ ആൻഡ് തീമാറ്റിക്. ഇനി രാംഗിരി എന്ന് പറയുന്ന ഈ വനത്തിൽ തന്നെയാണ് പണ്ട് സീത വനവാസത്തിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തില് ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് നമ്മളിവിടെ ഈ പോയത്തിൽ കാണുന്നു. അതുകൂടാതെ തന്നെ സീതയും ഇതുപോലെ ഏകാന്തതയൊക്കെ അനുഭവിച്ചുകൊണ്ട് വനവാസത്തിൽ കഴിഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിൽ ആ ഒരു ഏകാന്തതയുടെ ഒരു കണക്ഷനും ഈ ഒരു സെറ്റിങ്ങിലൂടെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദ യക്ഷ സ്പെൻഡ്സ് ഡൾ, സാഡ് ആൻഡ് റിപ്പീറ്റീവ് ഡേയ്സ് ഇൻ ദ ഫോറസ്റ്റ്. അങ്ങനെ നാട് കടത്തപ്പെട്ട് വനത്തിൽ വന്നിട്ടുള്ള യക്ഷ വിരസതയിലും വിഷാദത്തിലും നിറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. His sorrow even shows in his physical appearance as he has lost all the charm of youth. അയാളുടെ ദുഃഖത്തിന്റെയും ഏകാന്തതയുടെയും ഒരു ചിത്രം അയാളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുന്നു. അയാളുടെ യുവത്വവും പ്രസരിപ്പും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു വാടിയ മുഖത്തോടു കൂടിയാണ് യക്ഷയെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക എന്ന് പറയുന്നു. His golden bracelet slips from his arm because he has become thin and frail from love sickness. അയാളുടെ വിരഹ ദുഃഖത്തിന്റെ ഭാരം കൊണ്ട് ആകെ ക്ഷീണിച്ച് അവശനായൊരു നിലയിലാണുള്ളതെന്ന് പറയുന്നു. അയാളുടെ ഗോൾഡൻ ബ്രേസ്ലെറ്റ് ഒക്കെ ഇപ്പോൾ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഈ ഒരു മാനസിക വിഷമത്തിന്റെ ഭാഗമായിട്ട് അയാൾ മെലിഞ്ഞ് ഇങ്ങനെ മുഖമൊക്കെ വാടിയിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളതെന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ മന്ത് ഓഫ് മൺസൂൺ ആൻഡ് ദി എയർ ഈസ് ഫിൽഡ് വിത്ത് ഡാർക്ക് ക്ലൗഡ്സ്. അപ്പോൾ മൺസൂൺ സമയത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇയാൾ ഇങ്ങനെ വനത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. ഹി നോട്ടീസസ് വൺ ഡാർക്ക് ക്ലൗഡ് ദാറ്റ് ലുക്സ് ലൈക്ക് എൻ എലിഫന്റ്. അങ്ങനെ ഇയാൾ മേഘങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു മേഘം ഒരു എലിഫന്റിനെ പോലെ ഇയാൾക്ക് കാണപ്പെടുന്നതായിട്ട് പറയുന്നു. നമ്മളും ഇതുപോലെ മേഘങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പല ഷേപ്പൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇതുപോലെ ഒരു മേഘത്തെ കാണുന്ന സമയത്ത് ഒരു ആനയെ പോലെയുണ്ട് എന്ന് ഇയാൾക്ക് തോന്നുകയാണ്. The cloud at the mountain top appears like an elephant playing against a mud wall. അങ്ങനെ ആ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആ ഒരു മേഘത്തെ കാണുന്ന സമയത്ത് ഇങ്ങനെ ചളിയിൽ കളിക്കുന്ന ഒരു ആനയെ പോലെയാണെന്ന് അയാൾക്ക് ആ രൂപം കാണുമ്പോൾ തോന്നും. ലുക്കിംഗ് അറ്റ് ദ ക്ലൗഡ് ദ യക്ഷ സപ്രസസ് ഹിസ് ടീയേഴ്സ്. അങ്ങനെ ഈ മേഘത്തെ നോക്കി നിൽക്കുന്ന യക്ഷ തന്റെ കണ്ണുനീരും വിഷമവും ഒക്കെ ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. He thinks about how such a sight of rain clouds normally brings joy. അപ്പോൾ സാധാരണ ആളുകൾക്ക് ഇത്തരത്തിൽ കാർമേഘത്തിന്റെയും മഴയുടെയും എല്ലാം കാഴ്ച എത്ര സന്തോഷമാണ് നൽകുക എന്നുള്ള കാര്യത്തെ അയാൾ ഇങ്ങനെ ഓർക്കുന്നു. A traveler would rejoice at this sight because it marks the end of the traveling season and the reunion with his wife.
ഈ യാത്രക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾ, ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്യാപാരത്തിനും മറ്റൊക്കെ വേണ്ടി യാത്ര നടത്തുന്ന ആളുകൾ ഇത്തരത്തിൽ കാർമേഘവും മഴയും ഒക്കെ കാണുന്ന സമയത്ത് സന്തോഷിക്കും. കാരണം മഴക്കാലത്ത് അവർ യാത്രയെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമയമാണ്. അപ്പോ ഇയാളും അളകാപുരിയിലായിരുന്ന സമയത്ത് ഈ മഴയും അതുപോലെ തന്നെ കാർമേഘവും ഒക്കെ എത്ര സന്തോഷമാണ് തനിക്ക് നൽകാറുള്ളത് എന്നൊക്കെ ഇയാൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ബട്ട് ദ യക്ഷ കനോട്ട് ഗോ ഹോം ആൻഡ് ദിസ് കോൺട്രാസ്റ്റ് ഹേർട്സ് ഹിം. പക്ഷെ യക്ഷയ്ക്ക് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ പറഞ്ഞു അയാൾ ഒരു വർഷത്തേക്ക് നാട് കടത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഇത്തരത്തില് ഈ ഒരു മഴയും മഴക്കാറും ഒക്കെ കാണുന്ന സമയത്ത് താൻ ഈ ഒരു കാലഘട്ടത്തിൽ എത്ര സന്തോഷത്തോടു കൂടിയാണ് അവിടെ ഇരിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നു. ഈവൻ ഇൻ ദിസ് ഡിസ്പെയർ ഹി ഫൈൻഡ് സം സൊലേസ് ഇൻ ദ ക്ലൗഡ് ത്രൂ ഹിസ് ഇമാജിനേഷൻ. ഈ ഒരു നിരാശയിലും തന്റെ ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ മേഘത്തിൽ ആശ്വാസം കണ്ടെത്തുന്ന യക്ഷയെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഹി തിങ്സ് ഓഫ് ഗ്രീറ്റിംഗ് ദ ക്ലൗഡ് ആസ് എ മെസ്സഞ്ചർ. ഈ മേഘത്തെ ഒരു മെസ്സഞ്ചർ ആക്കിക്കൊണ്ട് തന്റെ ഭാര്യയ്ക്ക് ഒരു സന്ദേശം അയക്കുന്നതിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നു. ഹി ഹോപ്സ് ഹിസ് മെസ്സേജ് ക്യാരിഡ് ബൈ ദ ക്ലൗഡ് വിൽ കംഫർട്ട് ഹിസ് വൈഫ് ഹു ഈസ് ഗ്രീവിംഗ് ഇൻ ഹിസ് ആബ്സെൻസ്. അങ്ങനെ ഈ മേഘത്തിലൂടെ ഒരു സന്ദേശം അയച്ചുകൊണ്ട് അളകാപുരിയിൽ താൻ നാട് കടത്തപ്പെട്ടതോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ഭാര്യയ്ക്ക് ആശ്വാസം നൽകാൻ കഴിയും എന്നയാള് പ്രതീക്ഷിക്കുകയാണ്. ദി ഓപ്പണിംഗ് കാൻഡോ എസ്റ്റാബ്ലിഷസ് സ്റ്റേജ് ഫോർ ദ യക്ഷാസ് മോണോലോഗ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പോയിന്റിന്റെ ഓപ്പണിങ്ങിനകത്ത് കാണുന്നത്. ഇത് യക്ഷയുടെ ഇനി വരാനുള്ള മോണോലോഗിന്റെ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ പോയിന്റിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ തന്റെ ഭാര്യയോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയേണ്ടത് എന്ന് യക്ഷ മേഘത്തോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനുള്ളൊരു സ്റ്റേജ് ഈ പോയിന്റിന്റെ ഓപ്പണിങ്ങിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ എക്സ്പ്രസസ് ദ ഡെപ്ത് ഓഫ് ഹിസ് ഗ്രീഫ്, ഹിസ് സോളിറ്റ്യൂഡ് ആൻഡ് ദ റെസിലിയൻസ് ഹി ഡ്രോസ് ഫ്രം ഹിസ് ഇമാജിനേഷൻ. അതുകൂടാതെ തന്നെ ഇയാളുടെ ദുഃഖം, വിരഹം, ഏകാന്തത എന്നിവയുടെ ആഴവും ഈ പോയത്തിന്റെ ഓപ്പണിങ്ങിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ പ്രണയം മനുഷ്യരെ ഭ്രാന്തരാക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മേഘത്തോട് പോലും തന്റെ ഭാര്യയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുന്ന തരത്തിലേക്ക് ഇയാൾ പോവുകയാണ്. അപ്പൊ അത്തരത്തില് തീവ്രമായിട്ടുള്ള ഒരു വിരഹവും ഏകാന്തതയെല്ലാമാണ് ഇയാൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളൊരു തീം കൂടി ഈ പോയത്തിന്റെ ഓപ്പണിങ്ങിനകത്ത് നമ്മൾ കാണുന്നു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.